ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് RRB എക്സാമിൻ ഡേറ്റിനെ കുറിച്ചാണ്. എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് എക്സാമിൻ്റെ ഡേറ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഉപകാരപ്രദമായ വീഡിയോ ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസും അതുപോലെ ജോബ് ന്യൂസൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഉടനെ അറിയാൻ വേണ്ടി ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇപ്പോൾ റെയിൽവേയുടെ റീസെൻറ്റ് രണ്ട് എക്സാമുകൾ നടക്കാനുള്ളത്. ഒന്ന് ALP ടെക്നീഷ്യൻ, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആൻഡ് ടെക്നീഷ്യൻ എന്ന എക്സാമും ഗ്രൂപ്പ് D എന്ന് പറയുന്ന എക്സാമുമാണ്. രണ്ട് എക്സാമുകളാണ് ഇനി റെയിൽവേ നടത്താൻ പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പ് Dയുടെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല. ALP ആൻഡ് ടെക്നീഷ്യൻസ് പോസ്റ്റ് എന്ന് പറയുന്ന തസ്തികയുടെ എക്സാം ഡേറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് Dയുടെ എക്സാം ഡേറ്റ് വന്ന അപ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അറിയാൻ വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓണാക്കുക. കാരണം നോട്ടിഫിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പോകാം. RRB ചെന്നൈ. അപ്പോൾ നിങ്ങൾ ഏത് റീജിയനിൽ കൊടുത്തിട്ടുണ്ട് ആ റീജിയനിൽ ഓപ്പൺ ചെയ്യുക ആ സൈറ്റ്. ഇപ്പോൾ ചെന്നൈയുടെ സൈറ്റ് ആണെങ്കിൽ rrbchennai.gov.in എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് കാണാവുന്നതാണ് ലോഗിൻ ലിങ്ക് ഫോർ സിറ്റി ആൻഡ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആദ്യം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ID ഇട്ടുണ്ടാവും. ആ രജിസ്ട്രേഷൻ നമ്പർ അതിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എവിടെയാണ് എക്സാം, എന്നാണ് എക്സാമൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 9/8/2018 9 ഓഗസ്റ്റ് 2018 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചാണ് റെയിൽവേ എക്സാം സെൻറ്ററിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ അതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസ് 20 ക്വസ്റ്റ്യൻസ്, അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ് എക്സാം ഡേറ്റ് പറഞ്ഞ് 9/8/2018. ഇതിൻ്റെ പ്രത്യേകത ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക, 60 മിനിറ്റാണ് ഉണ്ടായിരിക്കുക എക്സാം. അതുപോലെ 75 ക്വസ്റ്റ്യൻസാണ് മൊത്തം നമ്മൾ പറഞ്ഞത്. അതുപോലെ 1/3 മൈനസ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ 3 ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് പോകുന്നതാണ്. പിന്നെ ഇതിൽ ഡീറ്റെയിൽസ് ആയിരിക്കട്ടെ. ഇതിൽ ലിങ്കിൽ നമ്മുടെ rrbchennai.gov.in അല്ലെങ്കിൽ ഏതാണ് സൈറ്റ് ആ ഒരു റീജിയനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കിയ ALPയുടെ CEN 01/2018 എന്ന് പറയുന്ന ALP ആൻഡ് ടെക്നിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് Dയുടെ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഗ്രൂപ്പ് Dയുടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. അത് ഉടൻ തന്നെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഉടനെ വീഡിയോ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.